അടുത്ത് വേറൊരു കണ്ടൽക്കാടിലൂടെ യാത്രയാണ്. ഇതിപ്പോൾ നമ്മുടെ എന്താ പറയുക അഷ്ടമുടി കായലൂടെ യാത്രയാണ്. ഇത് കണ്ടത് ഈ ചാടി കളിക്കുന്നതൊക്കെ പരൽമീനുകളാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് എന്ത് രസമായിരുന്നു എന്നറിയോ ഈ ഒരു യാത്ര. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. പൈസ പോയാലും കുഴപ്പമില്ലായിരുന്നു. നല്ല എൻജോയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു യാത്ര ഇവിടെ നടത്തിയത്. സാവു ചേട്ടൻ ആ പരൽമീനിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല ഭംഗിയാണ് ആ മീനിൻ്റെ ചാട്ടങ്ങളൊക്കെ കാണാൻ, നല്ല രസമാണ്. ഇത് ഞങ്ങളുടെ രഞ്ജിത്തേട്ടൻ. ഇന്നൊരു വേറൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്ന് രഞ്ജിത്തേട്ടൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. ഞങ്ങളോട് പറഞ്ഞില്ല. ഇന്ന് രാവിലെ വീട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ബർത്ത്ഡേ ആണെന്നുള്ളത്. അപ്പോൾ ഏതായാലും ഈ ട്രിപ്പ് അടിച്ചു പൊളിക്കാന്നുള്ള തീരുമാനം. തീരുമാനം കൂടി ഞങ്ങളാക്കി. അപ്പം നല്ലൊരു യാത്ര. ഞങ്ങളങ്ങനെ തിരിച്ച് നമ്മുടെ സാമ്പ്രാണിക്കുടിയുടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളവിടെ കണ്ടൽക്കാടിൻ്റെ അകത്ത് ഡാൻസ് കളിക്കാമെന്നും പറഞ്ഞ് ഞാൻ സാവച്ചനോട് കയറിയതാണ്. തീയക്കുട്ടിയുടെ എൻജോയ്മെൻറ്റ് നല്ലതായിട്ട് നടത്തുന്നുണ്ട്. തീയക്കുട്ടി എല്ലാവരും ഹാപ്പിയാണ്. സാബുച്ചേട്ടൻ ഡാൻസ് കണ്ടിട്ട് ആ നാട്ടുകാരും ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് ചിരിയായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഒരുപാട് നമ്മുടെ എന്താ പറയുക നോർത്ത് ഇന്ത്യൻസൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ എല്ലാവർക്കും നല്ല എൻജോയ്മെൻ്റ് ആണ് കേട്ടോ ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഒന്ന് വന്ന് എൻജോയ് ചെയ്യണം. കാരണം അത്രയ്ക്ക് നല്ല രസമാണ് ഇവിടെ. ജിമ്മ് കാലിലെ ചെരുപ്പൊക്കെ പൊട്ടിപ്പോയി. ജിമ്മിന് നടന്നിട്ട് ശരിയാവണല്ലോ കേട്ടോ. നടപ്പൊക്കെ നോക്കി മൊത്തം ആ ചെളിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ. അപ്പോൾ നമ്മുടെ ചെരുപ്പൊക്കെ പൂണ്ടുപോയി, ചെരുപ്പൊക്കെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊന്ന് കയറി എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഒരു എൻജോയ്മെൻറ്റാണല്ലോ നമ്മുടെ ജീവിതത്തിലുള്ളത്. അപ്പോൾ രഞ്ജിത്തേട്ടൻ ബർത്ത്ഡേ ബോയാണ് ഇന്നത്തെ. രഞ്ജിത്തേട്ടൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു ഇന്ന് ഇവിടെ വന്നൊന്ന് സന്തോഷിക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ ഞങ്ങൾ വന്നത് പൊളിക്കല്ല എന്ന് വിചാരിച്ചു. ആ മരത്തിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ പെട്ട പാടെ എനിക്ക് അറിയാവുള്ളൂ. കാല് എവിടെയെങ്കിലും കൊണ്ട് കാല് കീറിപ്പോവും. അത്രയ്ക്ക് ഡേഞ്ചറാണ് താഴെ. സൂക്ഷിച്ച് അങ്ങനെ ഇറങ്ങി. ഞാൻ താഴത്തേക്ക് ഇറങ്ങി. ആണെന്ന് ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. നമുക്ക് നടന്നില്ല. ഞാൻ അവിടെ എത്തി. ഞാനാണ് ആദ്യം എത്തിയത്. എൻ്റെ പുറകെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചെന്തായാലും നമ്മളവിടെ നല്ലപോലെ സന്തോഷിച്ചു. അവിടെ